This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में। Lawson Travels, where experience meets excellence. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. കേരളത്തിലെ മാധ്യമ കൊലപതികളും അമേരിക്കയിലെ മലയാളി മാധ്യമ പ്രവർത്തകരുടെ അഭിനിവേശവും ആകർഷണീയമായി ഒത്തുചേർന്ന ധന്യവേദിയിൽ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക IPCNA സംഘടിപ്പിച്ച 8ാമത് മാധ്യമശ്രീ മാധ്യമരത്ന മീഡിയ എക്സലൻസ് അവാർഡുകൾ സമ്മാനിച്ചു. കൊച്ചിയിലെ ഗോകുലം പാർക്ക് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. അടുത്തിടെ അന്തരിച്ച അനുഗ്രഹീത എഴുത്തുകാരൻ MT വാസുദേവൻ നായർ, ഭാവഗായകൻ P ജയചന്ദ്രൻ, പത്രപ്രവർത്തന മേഖലയിലെ സിംഹങ്ങളായിരുന്ന BRP ഭാസ്കർ, S ജയചന്ദ്രൻ നായർ, പ്രതീഷ് നന്ദി എന്നിവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടായിരുന്നു സമ്മേളനം ആരംഭിച്ചത്. മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ D പ്രമേഷ് കുമാർ അനുശോചന സന്ദേശം വായിച്ചു. IPCNA നാഷണൽ സെക്രട്ടറി ഷിജോ പൗലോസ് സ്വാഗതം ആശംസിച്ചു. പ്രകാശവേഗത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാനകാലത്ത് ജനാധിപത്യവും മാധ്യമരംഗവും വലിയ വെല്ലുവിളി നേരിടുന്നുണ്ടെന്നും ഏകാധിപത്യങ്ങളായ ലോക നേതാക്കൾ മാധ്യമങ്ങളെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് എല്ലാവരും ശ്രദ്ധയോടെ കരുതിയിരിക്കണമെന്നും VD സതീശൻ പറഞ്ഞു. ഔദ്യോഗിക മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് വഴിമാറി. അത് പിന്നീട് ക്ലൗഡ് മീഡിയയ്ക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും വഴിമാറി. പിറന്ന നാടുമായുള്ള വേരുകൾ വിസ്മരിക്കാതെ കടലുകൾക്കപ്പുറം ജീവിച്ചുകൊണ്ട് കേരളത്തെ നെഞ്ചേറ്റുന്ന IPCNAയെ നന്ദിയോടെ സ്മരിക്കുന്നുവെന്നും ഒപ്പം മാധ്യമ അവാർഡുകൾ നേടിയവരെ അഭിനന്ദിക്കുന്നുവെന്നും VD സതീശൻ ആശംസിച്ചു. ഈ സമ്മേളനത്തിലെ ഹൈലൈറ്റ്സ് ആയ മാധ്യമശ്രീ പുരസ്കാരം ടെലിവിഷൻ രംഗത്തെ അതികായനും ജനപ്രിയ അവതാരകനും മുൻ റേഡിയോ പ്രക്ഷേപകനും അധ്യാപകനും 24 ന്യൂസ് ചീഫ് എഡിറ്ററും ഫ്ലവേഴ്സ് TV ഡയറക്ടറുമായ R ശ്രീകണ്ഠൻ നായർക്ക് അധ്യാപകനും മുൻ കേന്ദ്രമന്ത്രിയുമായ പ്രൊഫസർ KV തോമസ് സമ്മാനിച്ചു. വിലയേറിയ ഈ അവാർഡ് സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നതിലൂടെ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയെയും അവരുടെ ജന്മനാടിനോടുള്ള സ്നേഹത്തെയും വിലമതിക്കുകയും ആദരിക്കുകയുമാണ് താൻ ചെയ്യുന്നതെന്ന് ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. അമേരിക്കൻ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ കേരളത്തിന്റെ ശക്തിയാണെന്നും നാട്ടിൽ ഒരു കരിയില അനങ്ങിയാൽ പോലും അവർ ജാഗ്രതയോടെ ഉറ്റുനോക്കുന്നവരും സഹായവുമായി ഓടിയെത്തുന്നവരുമാണെന്നും അദ്ദേഹം പറഞ്ഞു. കർമ്മരംഗത്ത് ശോഭിക്കുന്ന കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ ആദരിക്കുന്നതോടൊപ്പം അമേരിക്കയിലെ മാധ്യമപ്രവർത്തകർക്ക് ജന്മഭൂമിയുമായുള്ള പൊക്കിൾക്കൊടി ബന്ധം നിലനിർത്താനും വേണ്ടിയാണ് IPCNA ഈ പുരസ്കാര സന്ധ്യ സംഘടിപ്പിക്കുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയ IPCNA നാഷണൽ പ്രസിഡന്റ് സുനിൽ റൈസ്റ്റാർ പറഞ്ഞു. പത്രങ്ങൾക്ക് പുറമെ ടെലിവിഷൻ, ഓൺലൈൻ, റേഡിയോ, ടെക്നിക്കൽ എന്നീ വിഭാഗങ്ങൾക്ക് പ്രത്യേകം പുരസ്കാരം നൽകുന്നത് ഇക്കൊല്ലത്തെ അവാർഡുകളുടെ സവിശേഷതയാണെന്നും മാധ്യമങ്ങളുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവാർഡ് നൽകുന്നത് പുതിയ തീരുമാനമാണെന്നും സുനിൽ റൈസ്റ്റാർ വ്യക്തമാക്കി. 2 പതിറ്റാണ്ടിന്റെ ദീപ്തമായ പ്രവർത്തന പാരമ്പര്യമുള്ള IPCNA മലയാളികളായ മാധ്യമപ്രവർത്തകരെ ആദരിക്കുന്ന 8ാമത്തെ അവാർഡ് ദാന ചടങ്ങാണിതെന്നും മലയാളി മാധ്യമപ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും അമേരിക്കയിൽ വരാനും ആ സംസ്കാരത്തെ അറിയാനും അവസരമൊരുക്കുന്ന വേദിയാണ് IPCNA എന്നും അഡ്വൈസറി ബോർഡ് ചെയർമാനും IPCNAയുടെ മുൻ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായ സുനിൽ തൈമറ്റം പറഞ്ഞു. ഹൈബി ഈഡൻ MP, MLAമാരായ മോൻസ് ജോസഫ്, അൻവർ സാദത്ത്, റോജി M ജോൺ, മാണി C കാപ്പൻ, TJ വിനോദ്, KN ഉണ്ണികൃഷ്ണൻ, മുൻ MP ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ തുടങ്ങിയവരാണ് വിവിധ വിഭാഗങ്ങളിലുള്ള പുരസ്കാരങ്ങൾ നൽകിയത്. വടക്കേ അമേരിക്കയിലെ ആദ്യത്തെ മലയാള പത്രം പ്രഭാതത്തിന്റെ എഡിറ്റർ ഡോക്ടർ ജോർജ് മരങ്ങോലി, ഏഷ്യനെറ്റ് ക്രിയേറ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർ പേഴ്സി ജോസഫ്, കൈരളി TVയുടെ ന്യൂസ് ആൻഡ് കണ്ടന്റ് അഫയേഴ്സ് കൺസൾട്ടന്റ് NP ചന്ദ്രശേഖരൻ, ജന്മഭൂമി ഓൺലൈൻ എഡിറ്റർ P ശ്രീകുമാർ, ജനം TV എക്സിക്യൂട്ടീവ് എഡിറ്റർ അനിൽ നമ്പ്യാർ, ദി എഡത്തിന്റെ ചീഫ് എഡിറ്ററും കേരള മീഡിയ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറുമായ CL തോമസ്, വിശിഷ്ട പുരസ്കാരം കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു എന്നിവർ പയനിയർ അവാർഡുകൾ ഏറ്റുവാങ്ങി. മികച്ച വാർത്താ അവതാരകൻ ന്യൂസ് 18 രഞ്ജിത്ത് രാമചന്ദ്രൻ, മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ന്യൂസ് 18 ടോം കുര്യാക്കോസ്, മികച്ച ന്യൂസ് ക്യാമറമാൻ മനോരമ ന്യൂസ് സിന്ധുകുമാർ, മികച്ച ന്യൂസ് വീഡിയോ എഡിറ്റർ ഏഷ്യനെറ്റ് ന്യൂസ് ലിബിൻ ബാഹുലയൻ, മികച്ച വിനോദ പരിപാടി പ്രൊഡ്യൂസർ ഏഷ്യനെറ്റ് സ്റ്റാർ സിംഗർ സെർഗോ വിജയരാജ്, മികച്ച പത്ര റിപ്പോർട്ടർ മലയാള മനോരമ ഷില സ്റ്റീഫൻ, മികച്ച ടെക്നിക്കൽ ക്രിയേറ്റീവ് റിപ്പോർട്ടർ TV അജി പുഷ്കർ, മികച്ച പത്ര ഫോട്ടോഗ്രാഫർ കേരള കൗമുദി
NR സുധർമ്മദാസ്, സീനിയർ കണ്ടന്റ് റൈറ്റർ മാതൃഭൂമി ഓൺലൈൻ അമൃത AU, ബെസ്റ്റ് അപ്കമിംഗ് ജേർണലിസ്റ്റ് ജനം TV ഗോകുൽ വേണുഗോപാൽ, മികച്ച റേഡിയോ ജേർണലിസ്റ്റ് ജോക്കി ARN ന്യൂസ് ഹിറ്റ് FM ദുബായ് RJ ഫസ്ലു, മികച്ച പ്രസ് ക്ലബ് തിരുവനന്തപുരം, സ്പെഷ്യൽ ജൂറി അവാർഡ് ACV ഹെഡ് B അഭിജിത്ത്, സ്പെഷ്യൽ ജൂറി അവാർഡ് പ്രൊഡ്യൂസർ ഫ്ലവേഴ്സ് TV രാജേഷ് R നായർ എന്നിവർക്കാണ് മറ്റ് അവാർഡുകൾ സമ്മാനിച്ചത്. മുൻ ദൂരദർശൻ പ്രോഗ്രാം മേധാവി G സാജൻ, ജൂറി മാധ്യമപ്രവർത്തകരായ RS ബാബു, ജോണി ലൂക്കോസ് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. IPCNA നാഷണൽ ട്രഷറർ വിശാഖ് ചെറിയാൻ, വൈസ് പ്രസിഡന്റ് അനിൽകുമാർ ആറന്മുള, ജോയിന്റ് സെക്രട്ടറി ആശ മാത്യു, ജോയിന്റ് ട്രഷറർ റോയ് മുളങ്കുന്നം, പ്രസിഡന്റ് ഇലക്ട് 2026-27 വർഷത്തെ രാജു പള്ളത്ത്, IPCNA മുൻ പ്രസിഡന്റുമാരായ ജോർജ് ജോസഫ്, മധു കൊട്ടാരക്കര, നേർക്കാഴ്ച ചീഫ് എഡിറ്റർ സൈമൺ വളാച്ചേരിൽ, ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി, ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നിൽ, ഫൊക്കാന മുൻ പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ, NRI ചീഫ് എഡിറ്റർ ബിജു കിഴക്കേക്കുറ്റ്, സ്റ്റീഫൻ കിഴക്കേക്കുറ്റ്, ജോസ് മണക്കാട്ട്, പോൾ കറുകപ്പള്ളിൽ, അനിയൻ ജോർജ്, ഷാജി രാമപുരം, ബിജു മുണ്ടക്കൽ, ഫിലിപ്പോസ് ഫിലിപ്പ്, സിജിൽ പാലക്കലോടി, വെസ്റ്റ് ഇംഗ്ലണ്ട് മേയർ ജോ ആദിത്യ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. IPCNA പുരസ്കാരങ്ങളുടെ മുഖ്യ സ്പോൺസർമാരായ പ്ലാറ്റിനം ഇവന്റ് സ്പോൺസർ സാജ് എർത്ത് ഗ്രൂപ്പിന്റെ സാജൻ മിനി സാജൻ, എലീറ്റ് സ്പോൺസർമാരായ വർക്കി എബ്രഹാം, ബേബി ഊരാളിൽ, ജോൺ ടൈറ്റസ്, ജോയ് നെടിയക്കാലയിൽ, ബിലീവേഴ്സ് ചാരിറ്റി ഹോസ്പിറ്റലിന്റെ ഫാദർ സിജോ, ബരാക്ക എലൈറ്റ് എഡ്യൂക്കേഷൻ റാണി തോമസ്, ഗോൾഡ് സ്പോൺസർമാരായ നോഹ ജോർജ്, ഗ്ലോബൽ കൊലീഷൻ, ജോൺ പി ജോൺ കാനഡ, ദിലീപ് വർഗീസ്, അനിയൻ ജോർജ്, സിൽവർ സ്പോൺസർമാരായ സജിമോൻ ആന്റണി, ബിനോയ് തോമസ്, ജെയിംസ് ജോർജ് എന്നിവരും, ബ്രോൺസ് സ്പോൺസർമാരായ ജോൺസൺ ജോർജ്, വിജി എബ്രഹാം എന്നിവരും, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ ബിജു കുളങ്ങര, ജേർണലിസം സ്റ്റുഡന്റ് സപ്പോർട്ട് എന്നിവരും പുരസ്കാര സന്ധ്യയിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ.